ഇന്ന് പറയാൻ പോകുന്നത് അത്ഭുതകരമായ ആരു ചെയ്താലും അത്ഭുത ധനവശ്യം ഉണ്ടാകുന്ന ശിവരഹസ്യത്തെ കുറിച്ചാണ്. ശ്രദ്ധിച്ച് കേട്ടോണം. ഇത് ആരും പറഞ്ഞറിയത്തില്ല. അത്ഭുത വിദ്യയാണ്. ശിവഭഗവാന്റെ ഏറ്റവും വലിയ അനുഗ്രഹം കിട്ടുന്ന, ശിവന്റെ പറഞ്ഞ ദിവ്യ അനുഗ്രഹം കിട്ടുന്ന, അതുപോലെ ഏറ്റവും വലിയ അത്ഭുതമായ വശ്യമാണ് ഇത്. ധനവശ്യമാണ്, രാജവശ്യമാണ്, ജനവശ്യമാണ്, പുരുഷവശ്യമാണ്, സ്ത്രീവശ്യമാണ്, സർവ്വസമ്പത് വശ്യമാണ്. ഇതിനപ്പുറത്തൊരു സംഭവം ഇല്ല. അങ്ങനെയുള്ള ശാസ്ത്രവിദ്യ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പൊ ഇത് വിശ്വാസത്തോടെ ചെയ്യണം, അല്ല ചുമ്മാ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. ഭഗവാനുള്ള ഭക്തി, വിശ്വാസം, ശുദ്ധ മനസ്സ്, പിന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന നന്മകളും ചെയ്യണം. അപ്പോഴാണ് ഫലമാകുന്നത്. ശ്രദ്ധിച്ചു കേട്ടോണം. ശ്വാസം എടുക്കുമ്പോൾ, അതായത് ചെറുശ്വാസം, ചെറിയ ശ്വാസം, നമ്മൾ ചെറുശ്വാസത്തിലാണോ ജീവിക്കുന്നത്. ശ്വാസം എടുക്കുമ്പോൾ ഷീ എന്ന് ജപിക്കുക മനസ്സിൽ. ശ്വാസം വിടുമ്പോൾ വാ എന്ന് ജപിക്കുക. ഇതൊരു 3 തവണ ചെയ്യുക. ഷീ വാ, ഷീ വാ. ശ്വാസം എടുക്കുമ്പോൾ ഷീ, വിടുമ്പം വാ. മനസ്സിൽ ജപിച്ചാൽ മതി. അതിനുശേഷം ദീർഘശ്വാസം, ഷീന്ന് വെച്ച് ദീർഘശ്വാസം എടുക്കുക. ഷീന്ന് വാന്ന് ദീർഘശ്വാസം വിടുക 3 തവണ. ഷീന്ന് എടുത്ത് ദീർഘശ്വാസം എടുക്കുക. വാന്ന് ദീർഘശ്വാസം വിടുക. അവനെ കൊണ്ട് പറ്റുന്ന പോലെ മനസ്സിൽ ജപിച്ച് ചെയ്ത 3 തവണ. വീണ്ടും 3 തവണ ഷീ വാ, ചെറുശ്വാസം, ഷീ വാ, ഷീ വാ. അത് കഴിഞ്ഞ് നേരെ തിരിച്ചു ചെയ്യണം. ശ്വാസം വിടുക ആദ്യം, വാന്ന് ജപിച്ച്. വാ, ശ്വാസം എടുക്കുമ്പോൾ ഷീ വാ, ഷീ വാ, ഷീ വാ, ഷീ. ശ്വാസം ആദ്യം വിടുക, പിന്നെ ഷീന്ന് ജപിച്ചെടുക്കുക. വീണ്ടും ശ്വാസം വിടുക, വാന്ന് ജപിച്ച്, ഷീന്ന് ജപിച്ചെടുക്കുക. വീണ്ടും ശ്വാസം വിടുക, വാന്ന് ജപിച്ച്, ഷീന്ന് ജപിച്ച് വിടുക, ഷീന്ന് ജപിച്ചെടുക്കുക. ഇത് ഒരു അല്പനേരം, ഒരു 1 മിനിറ്റോ വല്ലതും ചെയ്യുക. ശ്വാസം എടുക്കുമ്പം, ശ്വാസം വിടുമ്പം വാന്ന് ജപിക്കുക. എടുക്കുമ്പോൾ ഷീന്ന് ജപിക്കുക. വാ ഷീ വാ, ഷീ. വിടുമ്പം വാ, എടുക്കുമ്പോൾ ഷീ. ചെറുശ്വാസം മാത്രം ചെയ്താൽ മതി. അവസാനം ചെയ്യുമ്പോൾ വാശി എന്നുള്ളത് ചെറുശ്വാസം മാത്രം ചെയ്താൽ മതി. അപ്പൊ ശ്വാസം വിടുമ്പോൾ വാന്നും, എടുക്കുമ്പോൾ ഷീന്നും. വാ ഷീ വാ, ഷീ. ഇത് ഈ ചെറുശ്വാസം ഒരു 1/2 മിനിറ്റോ 1 മിനിറ്റോ സൗകര്യം പോലെ ചെയ്യുക. ഇത് നിത്യേന രാവിലെ കുളി കഴിഞ്ഞ് പ്രാർത്ഥന ചെയ്യുമ്പോൾ, പ്രാർത്ഥനകളെല്ലാം ചെയ്ത് കഴിഞ്ഞ് ചെയ്യുക. ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ പിന്നീട് വാശി എന്നുള്ള വിദ്യ മാത്രം ചെയ്താൽ മതി. വാശി എന്താ മനസ്സിലായില്ലേ? രാവിലെ മാത്രം ശിവ എന്നുള്ളത് 3 രീതിയിൽ ചെയ്യണം. ചെറുശ്വാസത്തെ 3 തവണ, ദീർഘശ്വാസത്തെ 3 തവണ, വീണ്ടും ചെറുശ്വാസത്തെ 3 തവണ, പിന്നെ വാശി ചെറുശ്വാസത്തെ ചെയ്യണം. അത് കഴിഞ്ഞ് നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ വിദ്യ ചെയ്യുമ്പോൾ വാശി മാത്രം ചെറുശ്വാസത്തെ ഇടയ്ക്കിടയ്ക്ക് ചെയ്താൽ മതി. നിങ്ങൾ തന്നെ ഇങ്ങോട്ട് ശ്രദ്ധിച്ചു നോക്കുക. നിങ്ങളെ കണ്ടിട്ട് അന്ന് വരെ പരിചയം ഉണ്ടായിട്ടും മൈൻഡ് ചെയ്യാത്തവരും മിണ്ടാത്തവരും ഇങ്ങോട്ട് വന്ന് മിണ്ടും. പരിചയം ഇല്ലാത്തവർ പോലും ഇങ്ങോട്ട് വന്ന് മിണ്ടും. ഇത് വിശ്വാസത്തോടെ ചെയ്താൽ എല്ലാം വശമായി തീരും. ഇത് ചെയ്യുന്നതോടൊപ്പം നിങ്ങൾ ശനിയാഴ്ച ശിവക്ഷേത്രത്തിൽ പോയി പാൽപ്പായസവും പിൻവിളക്കും കൂവളത്തിലർച്ചനയും ശിവന് ചെയ്യുന്നത് നല്ലതാണ്. സൗകര്യം പോലെ ചെയ്യുക. ശനിയാഴ്ചകൾ ആവർത്തിക്കുക. ഭഗവാനോടും അമ്മയോടും നന്ദി പറയുക. ഇത് നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ വിദ്യ ചെയ്യുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ഭഗവാൻ നടത്തി തരും. ഇതിലെ ഷീ എന്നുള്ള അക്ഷരം ശിവനാണ്, വാ എന്നുള്ളത് ദേവിയാണെന്ന് അറിയുക. മനസ്സിലായില്ലേ? അത്ഭുതകരമായ നിങ്ങളുടെ ജോലിയിൽ ഉയർച്ച, ജോലിയിലെ പ്രശ്നങ്ങൾ മാറുക, ജോലി സ്ഥലത്തെ പ്രശ്നങ്ങൾ മാറുക, സമ്പത്ത് വരിക, ധനം വരിക, അതുപോലെ സർവ്വതും വശമാകുക, ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുക, ധനത്തിന്റെ തടസ്സങ്ങൾ മാറുക, ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കുക, കിട്ടാനുള്ളത് പൈസയൊക്കെ കിട്ടുക എന്ന് വേണ്ട ഏത് കാര്യത്തിന് വേണ്ടി ഇത് ചെയ്യാം. വിശ്വാസത്തോടുകൂടി ചെയ്യണം. സാധിക്കുന്ന പോലെ ആവർത്തിക്കണം. ഇത് റോഡിൽ കൂടെ നടക്കുമ്പോഴോ അല്ലെ വണ്ടി ഇരിക്കുമ്പോഴോ റോഡ് ക്രോസ് ചെയ്യുമ്പോഴോ ഒന്നുമല്ല, ഫ്രീ ആയിട്ടിരിക്കുമ്പോഴേ പലതവണ ചെയ്യുക. ഇത് രാവിലെ മാത്രമാണ് ശിവ വാശി ചെയ്യുന്നത്. പിന്നെ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ വാശി മാത്രം ചെയ്താൽ മതി. വാശി എന്ന് പറഞ്ഞാൽ ദിവ്യ ശ്വാസമാണ് കേട്ടോ. അതായത് വാ എന്ന് പറഞ്ഞാൽ ദേവി, അത് ശ്വാസം വിടുക. ഷീ എന്ന് പറഞ്ഞാൽ എടുക്കുക, ശിവവിദ്യയാണ്. ഇതൊക്കെയാണ് അറിയേണ്ടത്. അല്ലാതെ നമ്മൾ കുറേ കഥകൾ കേൾക്കുന്നു. കഥകൾ കേൾക്കുന്ന നല്ലതൊക്കെ തന്നെ, പക്ഷെ അത് തന്നെ കേട്ടുകൊണ്ട് ജീവിതം മാറുത്തുന്നില്ല. വിദ്യകൾ ചെയ്യണം. ഇതുപോലെയുള്ള രഹസ്യവിദ്യ ഇതൊക്കെ ചെയ്താണ് ഋഷിമാരും മഹർഷീശ്വരന്മാരും ഒക്കെ അവർ അത്ഭുതമായ പല സിദ്ധികളിലേക്കും പല അനുഗ്രഹങ്ങളിലേക്കും ദിവ്യബോധത്തിലേക്കും ഒക്കെ വന്നത് ഇതുപോലെ വിദ്യകൾ ചെയ്ത. മനസ്സിലാവുന്നുണ്ട്? ഇതൊക്കെയാണ് അറിയേണ്ടത്. അല്ല ചുമ്മാ കുറേ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടൊന്നും ജീവിതത്തിൽ അത് ഗുണമുണ്ടാകണമെന്നല്ല. ഇത് ലോകത്തിൽ ഇതുപോലെ നിങ്ങൾക്ക് ആരും പറഞ്ഞു തരത്തില്ല. അത്ഭുതമായ വിദ്യ. ഇത് രഹസ്യവും ഞാൻ പറഞ്ഞു തന്നു. ഷീ എന്ന് പറഞ്ഞാൽ ശിവൻ, വാ എന്ന് പറഞ്ഞാൽ ദേവി. അപ്പൊ ഇത് വിശ്വാസത്തോടെ ഭക്തിയോടെ ചെയ്തവർക്കൊക്കെ ജീവിതത്തിൽ ഗുണമുണ്ടാകും. ഏതൊരു കാര്യത്തിലും മുന്നേറ്റങ്ങൾ ഉണ്ടാകാനും
സർവ്വ തടസ്സങ്ങൾ മാറാനും നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും സന്തോഷമായിരിക്കും ഈ വിദ്യ ചെയ്തു കഴിഞ്ഞാൽ. ആ സന്തോഷമാണ് ഈശ്വരൻ. ഇപ്പൊ സാധാരണ നമ്മളിപ്പോ ഒരു സിനിമ കണ്ടു, സിനിമ കാണുമ്പോഴൊക്കെ സന്തോഷമാണ്, ഇറങ്ങി ഒരു കുറച്ച് സമയത്തേക്ക് കാണും, പിന്നെ സന്തോഷം അങ്ങ് പോകും. പിന്നെ അടുത്ത സന്തോഷത്തിന്റെ പുറകെ പോവുക, അടുത്ത് നേരെ പോയി ഈ തട്ടുകടയിലോട്ട് കയറുക, ഫുഡ് കഴിക്കുന്ന ഒരു സന്തോഷമാണ്. ആ ഫുഡും കഴിച്ചു കഴിയുമ്പം കുറച്ച് കഴിയുമ്പോൾ ആ സന്തോഷം പോയി. പിന്നെ അടുത്ത ദിവസം എന്നാ പരിപാടി എന്ന് അന്വേഷിക്കുക. കാരണം ഈ സന്തോഷങ്ങൾ നിലനിൽക്കുന്നില്ല. ഒരു പാട്ട് കേട്ടു, കുറച്ച് നേരത്തേക്ക് സന്തോഷമാണ്, കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് പോകും. പിന്നെ അടുത്ത പരിപാടി എവിടാന്ന് അന്വേഷിക്കുക. കാരണം ഈ സന്തോഷം നിലനിൽക്കുന്നില്ല. അപ്പൊ നമ്മുടെ സന്തോഷം വരേണ്ടത് വെളിയിൽ നിന്നല്ല, നമ്മുടെ ഉള്ളിൽ നിന്നാണ്. അതെന്ന് മനസ്സിലാക്കുന്നോ അന്ന് സന്തോഷം നിലനിൽക്കും. സന്തോഷം വരേണ്ടത് വെളിയിൽ നിന്നല്ല, ഉള്ളിൽ നിന്നാണ്. ഈ ഒരു തിരിച്ചറിവ് എന്നുണ്ടാകുന്നോ അന്ന് നിങ്ങൾക്ക് സന്തോഷമുണ്ടാകും. ആ സന്തോഷം ഒരിക്കലും അവസാനിക്കത്തില്ല. അത് ആർക്കും തടസ്സപ്പെടുത്താൻ പറ്റത്തില്ല. ഭാര്യ വഴക്ക് പിടിച്ചാലോ, ഭർത്താവ് വഴക്ക് പിടിച്ചാലോ, മക്കൾ വഴക്ക് പിടിച്ചാലോ ഒന്നും ഈ സന്തോഷം ഇല്ലാതാകത്തില്ല. ഉള്ളിൽ നിന്നുണ്ടാകുന്ന സന്തോഷം. അല്ലെങ്കിൽ നിങ്ങൾ ഒരാൾ വഴക്ക് പറഞ്ഞാലോ ഒന്നും ഒരു കുഴപ്പമില്ല. ഉള്ളിൽ നിന്ന് സന്തോഷം ഉണ്ടാകാൻ പഠിക്കണം. ഉള്ളിൽ നിന്നുണ്ടാകുന്ന ആ സന്തോഷമാണ് ദിവ്യബോധം. ദിവ്യബോധം അതാണ് ഈശ്വരബോധം. ആ സന്തോഷം ഒരിക്കലും അവസാനിക്കത്തില്ല. അതിൽ ലയിച്ചാണ് ഋഷിമാരും മഹർഷീശ്വരന്മാരും ഒക്കെ ഇരിക്കുന്നത്. അപ്പൊ ഈ ശിവവാശി എന്ന ഈ വിദ്യ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉള്ളിൽ സന്തോഷം ഉണ്ടായി വരും. ഒരു ഭയങ്കരമായ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത് നിങ്ങളിൽ എങ്ങും നിലനിൽക്കും. അത് ഈശ്വരൻ തന്നെയാണ്. അതാണ് ഈശ്വരൻ, അതാണ് ശിവരഹസ്യം, അതാണ് ശിവബോധം, ശിവനും പാർവതിയും. അതാണ് ഈ പ്രപഞ്ചം, അതാണ് സർവസ്വം. ഇതാണ് അറിയേണ്ടത്. ഇതിനെ അറിയാനാണ് ആത്മാവ് ജന്മജന്മാന്തരങ്ങളിലൂടെ ജന്മങ്ങളെടുത്ത് അലയുന്ന. ഈ രഹസ്യം അറിയാനാണ്, ഈ സന്തോഷത്തിന് വേണ്ടിയാണ്, ഈ ബോധത്തിന് വേണ്ടിയാണ്. അപ്പൊ നിങ്ങളെ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എന്നാലാവുന്ന രീതിയിൽ പ്രാർത്ഥനയോടെ എല്ലാവർക്കും നന്മ ഉണ്ടാകണം, എല്ലാവരും ശിവനെയും പാർവതി അറിയണം എന്ന ചിന്തയിൽ മാത്രമാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. എൻ്റെ മനസ്സിൽ വേറെ ഒന്നുമില്ല. നിങ്ങൾക്കെല്ലാം ഈശ്വരാനുഭവം ഉണ്ടാകട്ടെ, നന്മ ഉണ്ടാകട്ടെ, ഈശ്വരനെ അറിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം നർപ്പവി നർപ്പവി നർപ്പവി. ഈ ശാപദോഷങ്ങൾ പറഞ്ഞാൽ പലവിധമുണ്ട്. മാതൃശാപം, ഈ ശാപദോഷങ്ങൾ നമ്മൾ എന്തൊക്കെ ചെയ്താലും നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ലെങ്കിൽ അതിൻ്റെ പുറകിൽ ചില ശാപദോഷങ്ങൾ കാണും. അതാണ് അതിൻ്റെ കാര്യം. ഈ ശാപദോഷങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഉണ്ടാകാം. മാതൃശാപം എന്ന് വെച്ചാൽ അമ്മയുടെ ശാപം. അതായത് ചില ആളുകൾ വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യും, പക്ഷെ സ്വന്തം അമ്മയെ നോക്കുക, അവർക്ക് വേണ്ട സ്നേഹം കൊടുക്കുക, ഭക്ഷണം കൊടുക്കുക, ഇതൊന്നും ചെയ്യത്തില്ല. അപ്പൊ എന്തോ ശാപമുണ്ട്. അമ്മയുടെ ശാപം, മാതൃശാപം, പിതൃശാപം. പിതാവിനെ വേണ്ട രീതിയിൽ പരിചരിക്കാതിരിക്കുക, പിതൃശാപം ഉണ്ടാവും. ഈ ശാപം എന്ന് പറഞ്ഞാൽ അമ്മയും അച്ഛനും ശപിക്കുമ്പോഴല്ലേ ശാപം ഉണ്ടാകുന്നത്. ഇവ വെള്ളം എടുത്തിട്ട് ശപിക്കുക, അങ്ങനെയൊക്കെയാ സിനിമയൊക്കെ നമ്മൾ സീരിയലൊക്കെ കാണുന്നത്. അങ്ങനെയല്ല ഈ ശാപം ഉണ്ടാകുന്നത്. അവരുടെ മനസ്സ്, അവര് നിങ്ങളെ കഷ്ടപ്പെട്ട് വളർത്തി, നിങ്ങൾ അവരെ നോക്കുന്നില്ല. ഈശ്വര, എന്നെ ആരും നോക്കാനില്ലല്ലോ എന്ന് അവരുടെ മനസ്സിൽ എപ്പോഴെങ്കിലും ആ ഒരു ചിന്തകൾ വരുമ്പോൾ, ചിന്തകൾ വന്നില്ലേ പോലും, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ കർമ്മദോഷമായിട്ടാണ് ഈ ശാപദോഷം വരുന്നത്. കർമ്മദോഷമായിട്ടാണ് ഈ ശാപദോഷം വരുന്നത് കേട്ടോ. അതെപ്പോഴും മനസ്സിലാക്കുക. നമ്മുടെ പ്രവൃത്തി ദോഷമാണത്, അത് തിരിച്ചടിക്കും കർമ്മം. അപ്പം പിതൃശാപം. പിന്നെ ദൈവശാപം. ദൈവങ്ങളെ ശപിക്കുമോ? അത് നല്ല പരിപാടിയാണല്ലോ. ദൈവശാപം ഉണ്ടാവും. എങ്ങനെയാണെന്നറിയോ? ആവശ്യമില്ലാതെ ഈശ്വരൻ നിന്ന ചെയ്യുക, ഈശ്വരനെ കുറിച്ച് മോശമായിട്ട് പറയുക, ഈശ്വരനെ കുറിച്ച് മോശമായി ചിന്തിക്കുക, ഈശ്വരനെ കുറിച്ച് മോശം പറഞ്ഞുകൊണ്ട് നടക്കുക, ഇത് മറ്റുള്ളവരിൽ മോശം ധാരണകൾ ഉണ്ടാക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈശ്വരശാപം ഉണ്ടാവും. പിന്നെ നമ്മുടെ കുടുംബദേവതയെ മറക്കുക, പിന്നെ നമ്മൾ അടുത്തുള്ള ദേശദേവതയെ മറക്കുക, ഈശ്വരനെ നമ്മൾ സ്മരിക്കുകയോ നന്ദി പറയാതിരിക്കുകയോ ചെയ്യുക. ഇതൊക്കെ നമുക്കൊരു ശാപമായിട്ട് പലപ്പോഴും വരും. അപ്പൊ അത് മാറുവാനും എല്ലാത്തിനും ഞാൻ ഉള്ള ചില കാര്യങ്ങൾ പറഞ്ഞുതരാം. പിന്നെ ഗുരുശാപം എന്ന് പറഞ്ഞാൽ നല്ല ഗുരുക്കന്മാരുടെ ശാപം കിട്ടിയാൽ അത് ഫലിക്കും. നിങ്ങളെക്കാട്ടും ഫ്രോഡായിട്ടുള്ള ഒരു ഗുരു നിങ്ങളെ ശപിക്കുന്നെങ്കിൽ ഒരു കുഴപ്പമില്ല. നല്ല രീതിയിലുള്ള സത്യബോധമുള്ള ഗുരുവിൻ്റെ ശാപം കിട്ടിയാൽ 20 എന്ന് കരുതി അത് നിങ്ങൾക്ക് ആ സത്പ്രവൃത്തി കൊണ്ടും ആ പ്രവൃത്തി കൊണ്ടും അതിനെയൊക്കെ മറികടക്കാനും പറ്റും. അതിൻ്റെ അത് നമുക്കൊരു തെറ്റ് പറ്റിയാൽ അത് തിരുത്തണം. ഗുരുവിനോട് മാപ്പ് ചോദിക്കുക, ഗുരുവിനെ നിത്യവും മനസ്സിൽ സങ്കല്പിച്ച് ക്ഷമ നടത്തുക, ഗുരുവിൻ്റെ പാദങ്ങളെ മനസ്സുകൊണ്ട് വന്ദിക്കുക, അതൊക്കെ മാറിപ്പോകും. പിന്നെ സഹജീവികളുടെ ശാപം. നമ്മളുടെ സുഹൃത്തുക്കളായിരിക്കാം, അല്ലെ നമ്മളുടെ കീഴ് ജീവനക്കാരായിരിക്കാം,
അല്ലെ മേലുദ്യോഗസ്ഥനായിരിക്കുക, അല്ലെ നമ്മൾ കാണുന്ന ആളുകളായിരിക്കാം, അങ്ങനെയുള്ളവരൊക്കെ നമ്മുടെ ചില പ്രവർത്തി കൊണ്ട് അവരുടെ മനസ്സ് വേദനിക്കുക. ഈ പലരും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പൊ ആരെങ്കിലും ഇച്ചിരി പൈസ വന്ന് ആരോടെങ്കിലും ചോദിക്കുക, ചിലർ പറയും ഞാൻ നോക്കട്ടെ എന്ന്. ഈ നോക്കട്ടെ എന്ന് പറയരുത്. നമ്മുടെ കയ്യിൽ ഉണ്ടെന്ന് പറയാം, ഇല്ലെന്ന് പറയാം. നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അവർ അതും ചിന്തിച്ചിരിക്കും. അപ്പോഴത്തേനും ഒരു ലാസ്റ്റ് അവർ വന്ന് ചോദിക്കുമ്പോൾ കൈ മലത്തി കാണിക്കുക, ഞാൻ നോക്കട്ടെ എന്നല്ലേ പറഞ്ഞുള്ളൂ, തരാന്ന് പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ നൈസായിട്ട് സ്ക്രൂട്ടാകുക. പക്ഷെ അത് വലിയ ശാപം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഇങ്ങനെ മനുഷ്യനായിട്ട് കളിപ്പിക്കുക, അല്ല മറ്റുള്ളവരുടെ മനസ്സിന് വേദന ഉണ്ടാക്കുക. നിങ്ങളുടെ പ്രവൃത്തിയിൽ നിങ്ങൾ ചെയ്തതിൽ നിങ്ങൾ സത്യസന്ധത ഉണ്ടായ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഒരാളെ ദ്രോഹിച്ചു അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ചെയ്തതിൽ തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ശാപമായിട്ട് വരും. ഇതിനെല്ലാം ചെയ്യാവുന്ന ലളിതമായ ചില മന്ത്രമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നരസിംഹസ്വാമിയുടെ ഈ മന്ത്രം വീട്ടിൽ വ്യാഴാഴ്ച ഒന്നുകിൽ നിങ്ങൾക്കൊരു ചെറിയ തട്ടത്തിനകത്ത് മൺചിരാതിനകത്ത് നെയ്യ് ഒഴിച്ച് കത്തിച്ച് അത് നിങ്ങൾ കിഴക്കോട്ടിരുന്ന് ഈ തട്ടത്തിൽ ഒരു മൺചട്ടി വെച്ച് അതിൽ ഒരു തിരിയിട്ട് നെയ്യ് ഒഴിച്ച് കത്തിച്ച് പടിഞ്ഞാട്ടാക്കി വെച്ച് നിങ്ങൾക്ക് ഈ മന്ത്രം ജപിക്കാം. അല്ലെങ്കിൽ നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ പോയി നിങ്ങൾ ഈ മന്ത്രം ജപിച്ച് നെയ്വിളക്ക് സമർപ്പിക്കുക. ഇനി അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം വിളക്ക് കത്തിക്കാൻ രാവിലെ വീട്ടിൽ നെയ്വിളക്ക് കത്തിക്കാൻ സാധിക്കത്തില്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ഒരു നെയ്വിളക്ക് കത്തിക്കുന്നതായിട്ട് സങ്കല്പിച്ച് ഈ നരസിംഹസ്വാമിയുടെ മന്ത്രം ജപിച്ചാലും മതി വ്യാഴാഴ്ച. ഈ മന്ത്രം ഞാൻ വീഡിയോയുടെ താഴെ എഴുതിയിടാം. അതുകൂടാതെ നിങ്ങൾക്കൊന്ന് ജപിച്ചുകൂടെ തരാം. ഓം നമോ ഭഗവതേ വാസുദേവായ നമോ നാരായണായ ശ്രീം പരമാത്മനെ നാരസിംഹ വപുഷേ നമ. ഇത് ഞാൻ എഴുതിയും കൂടി ഇടാം വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. ഈ മന്ത്രത്തിന് അത്ഭുത ശക്തിയുണ്ട്. ഈ മന്ത്രം ഒന്നുകിൽ കർപ്പൂരം തൊട്ട് ജപിക്കാം, നെയ്വിളക്ക് കത്തിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക്, അല്ല നെയ്വിളക്ക് തെളിയിച്ച് ജപിക്കാം. അതല്ല നമ്മുടെ ക്ഷേത്രത്തിൽ പോയി ജപിക്കാം. എങ്ങനെയാണെങ്കിൽ വ്യാഴാഴ്ചകൾ ഈ മന്ത്രം ജപിച്ചാൽ ശാപദോഷങ്ങളെ പെട്ടെന്ന് മാറി കിട്ടുന്നതാണ്. ഈ നരസിംഹത്തിന് വളരെ ശക്തിയുണ്ട് കേട്ടോ. ചില രഹസ്യങ്ങളുണ്ട്, നരസിംഹ രഹസ്യങ്ങൾ. അപ്പോൾ അതായത് തൂണിലും തുരുമ്പിലുമുള്ള ഈശ്വരഭാവമാണ് നരസിംഹം, അല്ലേ? തൂണിലും തുരുമ്പിലും ഉണ്ട്. നിങ്ങൾ വീട്ടിൽ ഇരുന്ന് വിളിച്ചാലും അത് ഫലമാണ്. നിങ്ങൾ കർപ്പൂരം തൊട്ട് പ്രാർത്ഥിച്ചാലും ഫലമാണ്. ഇനി ഇതൊന്നുമല്ല, നിങ്ങൾ വീട്ടിൽ നിന്ന് വിളക്കിന്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ചാലും ഫലമാണ്. ഇത് രാവിലെ ചെയ്യുക കേട്ടോ, രാവിലെ മാത്രം ചെയ്താൽ മതി. അപ്പം നരസിംഹം തൂണിലും തുരുമ്പിലും ഉണ്ട്. പ്രഹ്ലാദന് ആ ഭഗവാൻ നാരായണനോടുള്ള ഭക്തി കൊണ്ട് തൂണ് പടർന്നാണ് വരുന്നത് എന്ന് വെച്ചാൽ അങ്ങനെയുള്ളൊരു ഈ ക്ഷിപ്ര അവതാരമാണ് നരസിംഹം. അതുപോലെയാണ് പെട്ടെന്ന് ഫലവും കിട്ടും. അങ്ങനെ ചില നരസിംഹ രഹസ്യങ്ങളുണ്ട്, പെട്ടെന്ന് ഫലവും. അപ്പൊ നരസിംഹ പ്രീതിക്ക് വേണ്ടി നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ ആദ്യം ഓം നമോ നാരായണായ ജപിക്കണം. ഈ മന്ത്രം ജപിച്ചിട്ട് അവസാനവും ഓം നമോ നാരായണായ ജപിക്കണം. അതാണ് ഇതിന്റെ പ്രധാന രഹസ്യം കേട്ടോ. അപ്പൊ ഈ മന്ത്രം നിങ്ങൾ ഇങ്ങനെ ജപിച്ചാൽ ശാപദോഷങ്ങൾ പെട്ടെന്ന് മാറിക്കിട്ടും. ഏത് ശാപവും മാറിക്കിട്ടും കേട്ടോ. അത് നല്ലതാണ്. പിന്നെ നിങ്ങൾക്ക് വ്യാഴാഴ്ച നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ പോകുമ്പോൾ പാൽപ്പായസം, ഒരു നെയ്വിളക്ക്, ചുവന്ന ഉടയാട, ഇത് മൂന്നൂടെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ വലിയ സമ്പത്തിന് ഉടമയായിത്തീരും. ഇത് വ്യാഴാഴ്ചകൾ സാധിക്കുന്ന പോലെ ആവർത്തിക്കുക, വലിയ ഐശ്വര്യം ഉണ്ടാവും. അത്ഭുതകരമായ കാര്യം എന്താണ്? ഒരു ചുവന്ന ഉടയാട, ഒരു നെയ്വിളക്ക്, ക്ഷേത്രത്തിൽ കിട്ടുന്ന 15 രൂപയുടെ നെയ്വിളക്ക്, ഒരു പാൽപ്പായസം, ഈ വ്യാഴാഴ്ചകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. രാവിലെ ചെയ്താൽ മതി ഇതെല്ലാം കേട്ടോ. വലിയ ഐശ്വര്യങ്ങൾ ഉണ്ടായി വരും, വലിയ സമ്പത്ത് ഉണ്ടായി വരും, വലിയ മാറ്റം ഉണ്ടായി വരും. അത്ഭുതകരമായ കാര്യം. ഇത് മാത്രമല്ല, ദൃഷ്ടിദോഷങ്ങള്, ശാപദോഷങ്ങള്, സർവ്വ തടസ്സങ്ങള്, സർവ്വ ദുരിതങ്ങള്, ചില നെഗറ്റീവ് എനർജികളെ സ്വാധീനമുണ്ട്, അതൊക്കെ മാറിക്കിട്ടും. ഒന്നും ഏക്കത്തില്ല അവിടെ. നരസിംഹത്തെ കാണുമ്പോൾ തന്നെ നരസിംഹ ഭക്തരെ ഒന്നും ഏക്കത്തില്ല. അപ്പൊ അത് ജീവിതത്തിൽ അപാരമായ മാറ്റം ഉണ്ടാകും. വ്യാഴാഴ്ചകളാണ് പ്രധാനം, വ്യാഴാഴ്ചകൾ ചെയ്യണം. ഇനിയും ഈ ത്രയോദശി തിഥി വരുന്ന അന്ന്, അതായത് പ്രദോഷത്തിൻ്റെ അന്ന്, എനിക്ക് തോന്നുന്നു മാർച്ച് 17 പ്രദോഷമാണെന്ന് തോന്നുന്നു, ഞാൻ നോക്കിയില്ല, എനിക്ക് ചെറിയൊരു ഓർമ്മ വെച്ചാൽ പറയുന്നത്. ആണേലും അല്ലേലും എല്ലാ മാസവും പ്രദോഷത്തിനാണ്. പ്രദോഷം 2 രീതിയിലുണ്ട്, കറുത്ത പക്ഷമുണ്ട്, വെളുത്ത പക്ഷമുണ്ട്. ഇത് രണ്ടും നല്ലത് തന്നെയാണ് കേട്ടോ. പ്രദോഷത്തിൻ്റെ അന്ന് വൈകുന്ന പാട് ശിവക്ഷേത്രത്തിൽ വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് പോകണം. വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് പോയി ഭഗവാന് സഹസ്രനാമ അർച്ചന നെയ്യും സമർപ്പിക്കണം. വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാവും. സഹസ്രനാമ അർച്ചനയും നെയ്വിളക്കും ഒരു പിൻവിളക്കൂടെ ചെയ്യുവാണെങ്കിൽ നല്ലതാണ്. ഒരുപാട് അനുഗ്രഹം ഉണ്ടാകും ഭഗവാന്റെ. പിന്നെ പറ്റുന്നവരൊരു ഭഗവാനെ നിങ്ങളെ കൊണ്ട് വേറെ വഴിപാട് ചെയ്യുന്നവർക്ക് ചെയ്യാം. കുറഞ്ഞത്
നെയ്വിളക്ക് അല്ലെങ്കിൽ നെയ്യ്, സഹസ്രനാമാർച്ചന, പിന്നെ ഒരു പിൻവിളക്കിന്റെ രസീത്. ഇത് വൈകുന്ന പാട് പ്രദോഷത്തിനന്ന് വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് പോകണം. ശിവക്ഷേത്രത്തിൽ മനസ്സുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിച്ച് അടക്കി വെക്കുക. അപാരമായ അനുഗ്രഹങ്ങൾ ഉണ്ടാവും. നിങ്ങൾ ഏത് കാര്യം പറഞ്ഞാലും ഭഗവാൻ സാധിച്ചു തരും. വിശ്വാസത്തോടെ വേണം, മനസ്സിൽ ഭക്തി വേണം, ശുദ്ധി വേണം, എന്നുവെച്ചാൽ മനഃശുദ്ധി വേണം. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അതേക്കുറിച്ച് ഉടനെ ചിന്തിക്കരുത്, നടക്കി വെച്ച് കഴിഞ്ഞാൽ അതേക്കുറിച്ച് ചിന്തിക്കരുത്. നിങ്ങളുടെ പ്രവൃത്തിയും നന്മയുള്ളതായിരിക്കണം. ഭഗവാൻ നിങ്ങളെ എല്ലാം നൽകും. ഒരുപാട് ആളുകളുണ്ട് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് രക്ഷപ്പെട്ട ഒരുപാട് വ്യക്തികളുണ്ട്. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം. ശിവ ശിവ.